ഷോ തീരാൻ ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഷാനവാസ് പറയുന്നത് അനീഷ് ഫേക്ക് ആണ് എന്നുള്ള ലെവലിലാണ്. അതെ, ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറയുന്നു, നീ പറഞ്ഞിരുന്നു ഫോൺ കിട്ടിയാൽ ആദ്യം വിളിച്ച് നിന്റെ അനിയന്റെ അടുത്ത് ചോദിക്കും നാട്ടിൽ എനിക്ക് വരാൻ പറ്റിയ സാഹചര്യമാണോ എന്ന്. അതിനും മാത്രം എന്ത് ഫേക്ക് ആണ് നീ ഇവിടെ ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്നാണ് ഷാനവാസിന്റെ പറച്ചിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഷാനവാസ് ഈ വീട്ടിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്ന ഷാനവാസാണ്. കണക്ക് പറയാനാണെങ്കിലും എണ്ണി 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 ഇത്രാമത്തെ ദിവസം ഇന്ന ടാസ്ക് നടന്നതിൻ്റെ ഇടയിൽ കൂടി ഇത് നീ ചെയ്തില്ലേടാ. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ഷാനവാസ് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവരുടെയും കാര്യത്തിൽ. അനീഷ് ശരിക്കും ഷാനവാസിന് മുൻപിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് വലിയ മറുപടി ഒന്നുമില്ല, അത് വേറെ ഒന്നുമില്ല, അതല്ല സംഭവം എന്ന് ഷാനവാസ് പറയാണ്. ഷാരിക എന്താണ് വിഷയം എന്ന് അറിഞ്ഞുകൂടാ, ചുമ്മാ ഷാരിക തന്നെ എന്താ പറയാ, ഈ പറഞ്ഞ നിനക്ക് പടക്കം നിറയ്ക്കും പൊട്ടിത്തെറിക്കും, വീണ്ടും പടക്കം നിറയ്ക്കും പൊട്ടിത്തെറിക്കും. ഇതാണ് ഷാരിക അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിലയുടെ അടുത്ത്, നൂറയുടെ അടുത്ത്, അക്ബറിന്റെ അടുത്ത്, അപ്പാനിയുടെ അടുത്ത് ഒക്കെ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കറിയാം, ശൈത്യ അടുത്തും പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ പോയി നിന്റെ പ്രൊഫഷൻ മര്യാദയ്ക്ക് ചെയ്യ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പ്രവീണും ജിഷിനും വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവീണും അനുമോളും കൂടെ ആയിട്ട് ഭയങ്കര സന്തോഷം അവർ കണ്ടപ്പോഴൊക്കെ അവരുടെ കോംബോ ഒക്കെ പുറത്ത് ഹിറ്റായ കാര്യമെല്ലാം പ്രവീൺ പറയുന്നുണ്ട്. പിന്നെ ലൈവിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നുമില്ല, എല്ലാവരും പുറത്തെ വിശേഷങ്ങൾ ആ ഒരു വൈബിൽ ഇരിക്കുവാണ്. എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് ശൈത്യയുടെ കൂടെ വഴക്ക് കൂടുന്നുണ്ട് ഷാരിക. ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്നുകൊണ്ട് ഷാരിക ഓരോന്നിങ്ങനെ പറയണം, നീ ആരുടെ കൂടെ കൂടിയാലും ഈ ആദിലയുടെ കൂടെ കൂടരുത്, ഇവിടെ ലോക കള്ളിയാണ്, ഇവിടെ ചതിക്കും, നീ ഒരു തവണ കണ്ടിട്ട് നീ പഠിച്ചില്ലേ ശൈത്യേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കാണിക്കാം. അപ്പം ഒന്നും മിണ്ടാതിരിക്കും ഷാരിക, ഒന്ന് പറയുന്ന കേൾക്ക്. എന്തിനും ഞാൻ മിണ്ടാതിരിക്കണം, ഇവളെ പോലെ വേസ്റ്റ് പേഴ്സണാലിറ്റിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ ഇവിടെ വക്കീലല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നത്, എന്റെ പ്രൊഫഷനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് വില കൂടണം. ഒരു കാര്യമില്ലാതെ ഷാരിക കിടന്ന് ശൈത്യയോടെ വഴക്കൂടുന്നു, ആദിലയോടെ വഴക്കൂടുന്നു. അവസാനം നൂറ കൊടുത്തിരുന്നു പോതള്ള എഴുന്നേറ്റ് കുറെ നേരമായി തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് കുറെ നൂറ കൊടുത്ത് അലക്കി വിടുന്നുണ്ട്. ദെൻ അടുത്ത് അത് കഴിയുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഷാരിക എല്ലായിടത്തും ഓടി നടന്ന് ആദിലയെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവളെ എനിക്കറിയാം, ഇവള് ഓരോ നോമിനേറ്റ് ചെയ്ത് തോന്നുന്ന ആദില, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ആ പേരാണ് അതാണെന്നാണ് എനിക്ക് വിഷയം മനസ്സിലാവുന്നത്. ഓക്കെ, അതവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്ന കാര്യം. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ 94-ാമത്തെ ദിവസം ഇറക്കേണ്ട സാധനം ഒരു 64-ാമത്തെ ദിവസം ഇറക്കിയിരുന്നെങ്കിൽ ഷാനവാസിന്റെ കയ്യിൽ കപ്പിരുന്നേനെ. എന്താന്ന് വെച്ചാൽ ഈ സീസൺ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയുമുള്ള ഒരു പ്ലെയറാണ് ഷാനവാസ്. കാരണം ഇന്നും ഷാനവാസിനെ ചോദിച്ചാൽ പറയും, ഒന്നാമത്തെ ആഴ്ച ആരെ നോമിനേറ്റ് ചെയ്തു, രണ്ടാമത്തെ ആഴ്ചയിലെ ടാസ്ക് എന്താണ്, മൂന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാണ്, ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകരായ നമുക്ക് തന്നെ കറക്റ്റ് ഓർമ്മ കാണൂല. ഷാനവാസ് പറയും, പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്കിൽ എന്നെ പുറത്താക്കി നോമിനേറ്റ് ചെയ്തത് അപ്പാനിയും അക്ബറും. അവിടെ നിന്ന് തുടങ്ങിയതാണ് അവന്മാരുടെ ഗ്രൂപ്പിസം. മൂന്നാമത്തെ ആഴ്ചയിൽ അപ്പാനി ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ എനിക്കിട്ടവൻ പണിഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട് ഷാനവാസ്. അപ്പൊ അനീഷിൻ്റെ അടുത്ത് പറയുന്ന, അനീഷെ എനിക്ക് നിന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നീ അന്ന് ഇവിടെ നിന്നൊരു ടാസ്ക് നിനക്ക് തന്നിരുന്നു, പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആദ്യം ആരെ വിളിക്കുന്നു വെച്ചാൽ എൻ്റെ അനിയനെ വിളിച്ചിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണോ, ഞാൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് നീ ചോദിക്കുന്നു പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എനിക്ക് അറിയണം. അപ്പം അതിന് വേറെ അർത്ഥമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാര്യം ചോദിക്കുന്നതാണ്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണെന്ന് എന്ത് ചെയ്യുന്നു അനീഷ് പറയണം. അതല്ല, നീ ഫേക്കാണ്, നീ ഫേക്കാണെന്നുള്ള കാര്യം അറിഞ്ഞോ എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലെവലിൽ കുറേ നേരം. അപ്പം എൻ്റെ പൊന്ന് ഷാനവാസ്, ഇത് വിടാറായില്ലേ, ഇതൊക്കെ വെച്ചോണ്ടിരിക്കുകയാണോ, ഞാനത് പറഞ്ഞത് ഞാനങ്ങ് കളഞ്ഞു, അത് നീ അങ്ങനെ കളഞ്ഞെന്ന് വെച്ച് അതിനകത്തൊരു കളിയുണ്ട്. പറ്റില്ല മോനെ, നിന്നെ എനിക്കറിയാം, നീ ഇപ്പോഴും ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമാണ്. നീ ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ നിന്റെ ഉള്ളിലുള്ള എല്ലാവരും ചോർത്തിയെടുത്ത് കാണുമല്ലോ. പറ എന്തായിരുന്നു ഇന്റർവ്യൂവിൽ? അപ്പം ഞാൻ ആലോചിക്കുന്നേ, ഇന്റർവ്യൂവിൽ എന്തായിരുന്നു, ഇയാൾക്ക് എന്ത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ എന്തായിരുന്നു, നീ ഇവിടെ കാണിക്കുന്നതൊക്കെ എനിക്കറിയാം, ഇവിടെ ജീവിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ ഇവിടെ കയറ്റിവിട്ടോ. നീ ഇതാണോ ഇവിടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്? അതെ, ഞാൻ ഇന്റർവ്യൂവിൽ എനിക്ക് ജീവിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇന്റർവ്യൂവിൽ നമ്മളെല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് നിനക്ക് ഗെയിം അറിഞ്ഞൂടെ നാണോടാന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അല്ല മോനെ,
അല്ല അല്ല, എനിക്ക് മീശയല്ല പിരിക്കാൻ കേട്ടാ. അല്ല, നീ ഇവിടെ കാണിക്കുന്ന എല്ലാം ഫേക്ക് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ഷാനവാസ് അത് ചെയ്തോ, ഷാനവാസ് ഇങ്ങോട്ട് വരൂ എന്നെല്ലാം നീ എൻ്റെ അടുത്ത് കാണിക്കുന്ന എല്ലാം ഡ്രാമയാണോ? ഈ കാണിക്കുന്ന എല്ലാം എന്തൊക്കെയോ നിന്റെ പിന്നിൽ ഇനിയും ഉണ്ട്. നീ മറ്റൊരാളായിട്ടൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫേക്ക് വെളിയിൽ വരുമെന്നാണ് നീ അനീഷിന്റെ ചോദിക്കുന്നത്. അപ്പൊ അനീഷിന് ഇതൊക്കെ കേട്ട് അനീഷ് ഭ്രാന്തെടുത്തിരിക്കുകയാണ്. കുറെ ഇതിങ്ങനെ തുടർന്ന് 1-2 മണിക്കൂറോളം പോകുന്നുണ്ട്. ഷാരിക ഓടി നടന്ന് അതിലെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അക്ബർ, ബിൻസി, അപ്പാനി സംസാരങ്ങളാണ്, വെറും കോമഡി സംസാരങ്ങളാണ്. അനുവും ശൈത്യമായിട്ട് മിണ്ടുന്നൊന്നുമില്ല. ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പോലും അത്രയും അനുവിന് പോരാ. ഇന്ന് അനുവാണ് ഒറ്റയ്ക്ക് കിച്ചണിൽ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് പേര് അല്ലറ ചില്ലറ സഹായമൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്നു. ദെൻ പ്രവീണിൻ്റെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജിഷിൻ്റെയും എൻട്രിയാണ്. പാട്ട് കേൾക്കുന്നു. ഷാരി പോയാൽ ദേവി അവളും പോയാൽ രാജേശ്വരി, നമ്മുടെ അടികപ്പ്യാരെ കൂട്ടമണിയിലെ പാട്ട്. രണ്ടുപേരും എൻട്രി ആവുന്നു. ഭയങ്കര സന്തോഷം. ജിഷിൻ ഭയങ്കര കാര്യം, പ്രവീൺ ഭയങ്കര കാര്യമാണ്. അനുവിൻ്റെ സംസാരിക്കുന്നു. പുറത്ത് റെസ്പോൺസ്, അവർക്ക് എന്താ റെസ്പോൺസ് കിട്ടി, ഇവരുടെ കോമ്പോയുടെ റെസ്പോൺസ്, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ്. വേറെ വലിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. നെവിൻ്റെ അടുത്ത് പോകുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ട് ആണ് എല്ലാവരുടെ സംസാരിക്കുന്നത്. ജിഷിനായാലും അതുപോലെ തന്നെയാണ്. എല്ലാവരും സൂപ്പറാണ്, നല്ല രീതിയിലാണ്. എനിക്ക് പുറത്ത് വർക്കൊക്കെ കിട്ടി, പോകാൻ പറ്റിയില്ല, ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. ഇതാണ് ലൈവിലെ വിശേഷങ്ങൾ. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.